പെരുന്നേപ്പറമ്പിൽ ആയുർവേദ വൈദ്യശാല എന്തൊക്കെ ചികിത്സകളാണ് ഇവിടെ കൊടുക്കുന്നത്? ഇവിടെ നമ്മൾ കൊടുക്കുന്ന മെയിനായിട്ടുള്ള ചികിത്സ ക്യാൻസർ, അതുപോലെ തന്നെ ശരീരത്തുണ്ടാകുന്ന പല അസുഖങ്ങൾക്കും, പ്രത്യേകിച്ച് നട്ടെല്ല് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ലുംബാഗോസയാറ്റിക്ക, അതുപോലെ തന്നെ സർവിക്കൽ സ്പോണ്ടിലോസിസ്, ഫ്രോസൺ ഷോൾഡർ, പിന്നെ കാലിനുണ്ടാകുന്ന തേയ്മാനം, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, മുട്ട് തേയ്മാനം എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള വാദങ്ങളും, അത് ആമവാദം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ആമവാദം, സന്ധിവാദം അതുപോലെ തന്നെ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അത് RA ഫാക്ടർ ചെക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ റേഷ്യോ ഒക്കെ അറിയുന്നത്. അപ്പോൾ അത് കൂടുതലായിരിക്കും, ESR കൂടുതലായിരിക്കും. നാടി പിടിച്ച് നോക്കുമ്പോൾ നാഡീചലനം വളരെ ദ്രുതഗതിയിലായിരിക്കും, പെട്ടെന്ന് നാടി ഇടിക്കും, ഒരു ചീവൽപക്ഷിയൊക്കെ ചലിക്കുന്ന പോലെ, അങ്ങനെ പടപടാന്ന് അങ്ങനെയൊക്കെയാണ് നമ്മളതിനെ കണ്ടുപിടിക്കുന്നത്. പക്ഷേ വരുന്ന രോഗികളെല്ലാം അതിൻ്റെ റിസൾട്ടൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. എന്നാലും നമുക്കത് എളുപ്പമാണ്, അപ്പോൾ കണ്ടുപിടിച്ച് ചികിത്സിക്കാനുള്ളത്. എന്നാലും നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിലൊക്കെ നോക്കും. എത്ര വർഷങ്ങളായി ഈ പെരുന്നേപ്പറമ്പിൽ ആയുർവേദ വൈദ്യശാല വന്നിട്ട്? ഇതിപ്പോൾ ഒരു 300 വർഷത്തെ പാരമ്പര്യം നമുക്ക് നിലനിൽപ്പുണ്ട്. ഇതിനകത്ത് അപ്പനപ്പൂപ്പന്മാരൊക്കെ ഇത് ചികിത്സ ഉണ്ടായിരുന്ന അന്നൊന്നും വലിയ അങ്ങേയറ്റത്തെ ആഘോഷമായിട്ടുള്ള ചികിത്സകളൊന്നുമില്ല. അന്ന് ഇതുപോലെയുള്ള സംവിധാനങ്ങളില്ലല്ലോ. വീട്ടിൽ വരുന്നവർക്ക് മരുന്ന് കൊടുക്കുക, അപ്പം അതിന് പൈസയൊന്നും വാങ്ങിക്കാതെ ഒന്നും. അന്നൊക്കെ ഒരു ധർമ്മശാസ്ത്രത്തിൽ ഉൾപ്പെട്ട ഒരു ചികിത്സയായിരുന്നു. പൈസയൊന്നും അങ്ങനെ വാങ്ങിക്കില്ല. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വിഷചികിത്സ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇതിനകത്ത് ഉൾപ്പെട്ട ഒരു ചികിത്സ തന്നെയായിരുന്നു. എല്ലാ അസുഖത്തിനും തന്നെ ചികിത്സ ഉണ്ടായിരുന്നു. ഈ ക്യാൻസറിൻ്റെ ഏത് സ്റ്റേജിലുള്ള രോഗികളൊക്കെയാണ് വരുന്നത്? നമുക്കിവിടെ തുടക്കത്തിൽ പേഷ്യൻ്റ് വളരെ പരിമിതമാണ്, ഒരു 5% പോലും വരുന്നില്ല. പക്ഷേ വരുന്നവരെയൊക്കെ നമ്മൾ സുഖപ്പെടുത്തിയ അനുഭവങ്ങൾ നമുക്കുണ്ട്. പിന്നെ 4th സ്റ്റേജ് വരുന്നതാണ് പിന്നെ വരുന്നത്. 3rd സ്റ്റേജിലൊക്കെ വരുന്നതും വളരെ കുറവാണ്. അതൊക്കെ വളരെ വിരലിൽ എണ്ണാവുന്നേ ഉള്ളൂ. 4th സ്റ്റേജിൽ കീമോയും റേഡിയേഷനും നമ്മുടെ അലോപ്പതിക് ഹോസ്പിറ്റലിലുള്ള അതെല്ലാം കഴിഞ്ഞിട്ട് അവർ പാലിയേറ്റിലോട്ട് പറഞ്ഞു വിടുമ്പോഴാണ് പിന്നെ എന്നാൽ ആയുർവേദം നോക്കിയേക്കാമെന്നും പറഞ്ഞ് അവരൊരു തീരുമാനമെടുത്ത് വരുന്നത്. ആദ്യം ഇവരതിനെ പ്രോത്സാഹിപ്പിക്കില്ല, കാരണം അലോപ്പതി ചികിത്സയിലെ ഇതിന് ചികിത്സയുള്ളൂ എന്നുള്ള ഒരു ധാരണയിലും അങ്ങനെയാണല്ലോ അത് കൂടുതലും ഇപ്പം അലോപ്പതിയിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ഈ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു പാരമ്പര്യ രോഗമാണ്. അതെ, പാരമ്പര്യ രോഗമാണ്. പാരമ്പര്യം അല്ലാത്തതും വരും, പാരമ്പര്യമായിട്ടും വരും. ഒരു കുടുംബത്തിൽ തന്നെ നമ്മളിപ്പോൾ ഇവിടെ ചികിത്സ കഴിഞ്ഞ ഒരിടയ്ക്കൊരു ഹസ്ബൻഡും വൈഫും വന്നായിരുന്നു. അപ്പോൾ അതിനകത്ത് വൈഫിൻ്റെ കുടുംബത്തിൽ അവർ 6 പേരാണ്. അതിനകത്തൊരു ആങ്ങളയ്ക്ക് ക്യാൻസർ വന്ന് മരിച്ചുപോയി. അത് ഇൻറ്റസ്റ്റൈനകത്താണ് വന്ന്. അത് കഴിഞ്ഞ് 3 സഹോദരങ്ങൾക്ക് വന്നു, പെൺമക്കളെന്ന് പറഞ്ഞാൽ ഈ സഹോദരിയുടെ 3 സഹോദരങ്ങൾക്ക് വന്നു. അവർ 4 പേര് ആ ക്യാൻസർ മൂലം മരിച്ചു. അപ്പോൾ തന്നെ അറിയാം അത് കുടുംബത്തിൽ ഇതിൻ്റെ ഒരു അതിപ്രസരം ഉണ്ടെന്ന്. അപ്പം മുന്നോട്ടുള്ള തലമുറയും അത് ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ ആഹാര രീതികൾ, മറ്റു കാര്യങ്ങൾ, അങ്ങനെയൊക്കെ നമ്മൾ അതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ക്യാൻസർ എന്ന് പറയുന്നത് ഒരു പാരമ്പര്യമായിട്ടും ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് ചികിത്സകൾ തേടാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നതും എന്തൊക്കെയാണ് അഡ്വൈസ് വൈദ്യരെ അവരോട് പറഞ്ഞു കൊടുക്കുന്നത്? അപ്പോൾ അങ്ങനെയുള്ള രോഗികൾക്ക് പാരമ്പര്യമായിട്ട് ഒരു കുടുംബത്തിൽ അതിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ വരുന്ന ആ രോഗികളോട് അല്ലെങ്കിൽ അവരുടെ കൊച്ചുമക്കളോട് അപ്പോൾ അവർ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം ഇതിനകത്ത്. കാരണം അത് വന്നുപെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ആഹാര രീതികൾ അവർ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വ്യായാമം. എല്ലാവരും രാവിലെ പോയി ജിമ്മിൽ പോയി വ്യായാമം ചെയ്യുന്നത് പോരാ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സൂര്യപ്രകാശം അടിക്കണം. സൂര്യപ്രകാശം ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. വിദേശികൾ ഇവിടെ വന്ന് കടൽത്തീരത്തും ഒക്കെ കിടക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. പക്ഷേ അതെല്ലാം ഈ നമ്മുടെ വൈറ്റമിൻ D അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയാണ്. അവിടെ അവർക്ക് സൂര്യപ്രകാശമില്ല. അപ്പോൾ അവർ ആ സൂര്യപ്രകാശത്തിനും അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദത്തിനൊക്കെ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവരിവിടെ വന്ന് സൂര്യപ്രകാശം എടുത്ത് ആയുർവേദ ട്രീറ്റ്മെൻറ്റും ചെയ്താണ് പോകുന്നത്. അപ്പം വ്യായാമം വേണം. ഈ വിദേശികളെ കാണുമ്പോൾ നമുക്കറിയാം, അവർ രാവിലെ ഓട്ടം, ചാട്ടം, അവർ കുറേ മണിക്കൂറുകൾ, പിന്നെ സൈക്ലിങ്, വൈകുന്നേരം ജോലി കഴിഞ്ഞ് പോയ സൈക്ലിങ്. ഞാൻ യൂറോപ്പിലൊക്കെ ഉണ്ടായിരുന്ന ജോലി ചെയ്തിട്ടുള്ള. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ വളരെ അച്ചട്ടായിട്ട് ചെയ്യും. ആഹാര രീതികളും അവരെ വളരെ ശ്രദ്ധിച്ചേ ചെയ്യുള്ളൂ. എല്ലാം ഒന്നും അവർ പോയി കഴിക്കുകയില്ല. ഇപ്പം അവർ നാട്ടിൽ ഇന്ത്യ ഹോട്ടലിൽ വന്നാലും കേരളത്തിൽ വന്നാലും അവർ ഈ മസാലകളുടെ കൂട്ടോ കാര്യങ്ങളോ ഒന്നും അവർ കഴിക്കില്ല. അവരിറച്ചി വാങ്ങിച്ചാൽ വേവിച്ചിട്ട് ഉപ്പും കുരുമുളകും അവർ വേറെ വെച്ച് അവരുടെ മുന്നേ നമ്മൾ വെക്കുക ചെയ്യുന്നത്. അവരൊന്നും അങ്ങനെ കഴിക്കുക, 5 സ്റ്റാറിൽ പോലും അതെ. അപ്പം അങ്ങനെയുള്ള ആഹാര രീതികൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെല്ലാം ഒത്തിരി ഈ മസാലകളുടെ കൂട്ട് കണ്ടമാനമാണ് നമുക്ക്. ആയുർവേദത്തിൽ ഈ മസാലകൾ ഉപയോഗിക്കുന്നതിൽ ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന അത് നമ്മൾ മസാലയായിട്ട് എല്ലാ ദിവസവും ഉപയോഗിക്കുമ്പം, നമ്മളൊരു മരുന്ന് കൊടുക്കുമ്പം, ആയുർവേദ മരുന്ന് കൊടുക്കുമ്പം അതിനെ അത് സ്വീകരിക്കണമെന്നില്ല. കാരണം ഇവൻ്റെ ശരീരത്തിൽ ഈ മുഴുവൻ ഈ മരുന്നുകളാണ് നിൽക്കുന്നത്. പിന്നെ അത് ഈ ഇറച്ചിയാണേലും അതുപോലെ ഫിഷ് ആണേലും പച്ചക്കറി ആണേലും എല്ലാം ഇതിനകത്ത് ഈ മസാലകളുടെ വലിയൊരു അതിപ്രസരം കാണുന്നുണ്ട്.
അപ്പം അതും ഇതിനകത്ത് വലിയൊരു ഘടകമാണ്. ക്യാൻസറിന് ആയുർവേദ ചികിത്സ കൊണ്ട് പൂർണ്ണ രോഗശമനം ഉണ്ടാകും? ക്യാൻസറിന് ആയുർവേദ ചികിത്സ കൊണ്ട് പൂർണ്ണ രോഗശമനം ഉണ്ടാകുന്നതാണ് ഞങ്ങളുടെ കുടുംബപരമായിട്ടുള്ള ഞങ്ങളുടെ ചികിത്സയിലും മറ്റുമുള്ള അനുഭവം. അതൊരു നമുക്കൊരു 90% ആൾക്കാരെ ചികിത്സ ഭേദപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ കീമോയും മറ്റു കാര്യങ്ങളുമൊക്കെ എടുത്ത് മറ്റുള്ള 4th സ്റ്റേജിലും വരുന്ന രോഗികളെ അവരെ പാലിയേറ്റീവിലേക്ക് ഡോക്ടർമാർ പറഞ്ഞു വിടുക ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പം അങ്ങനെയുള്ള രോഗികൾക്ക് നമ്മൾ ചികിത്സ ചെയ്യുമ്പോൾ അവരുടെ ശരീരം അതിനോട് പ്രതികരിക്കത്തില്ല. കാരണം അവർക്ക് പല സെഷനായിട്ടുള്ള കീമോ, റേഡിയേഷൻ, അതുപോലെയുള്ള മരുന്നുകൾ ഇതെല്ലാം അവരുടെ ശരീരത്തുണ്ട്. അപ്പോൾ ആ ടോക്സിൻ അവരുടെ ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ മരുന്നുകളൊന്നും റെസ്പോണ്ട് ചെയ്യത്തില്ല. പിന്നെ അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മറ്റു കാര്യങ്ങൾ, പിന്നെ എല്ലാ കോശങ്ങളും അവരുടെ ജീവനുള്ള കോശങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അങ്ങനെയാണ് ഈ പുരുകത്തലെ മുടി പോലും പോകുന്നത്, തലമുടി മുഴുവൻ പോകും. അപ്പോൾ അങ്ങനെ ഇമ്മ്യൂൺ സിസ്റ്റം മുഴുവൻ തകരാറിലായിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമുക്ക് അവരെ കിട്ടുന്നതെങ്കിൽ നമ്മുടെ ചികിത്സ വളരെ ബുദ്ധിമുട്ടാണ് ചികിത്സ ഭേദമാക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള ചികിത്സയിലാണ് നമ്മളവരെ ശുദ്ധീകരണ കർമ്മത്തിലോട്ട്, പഞ്ചകർമ്മത്തിലോട്ട് കൊണ്ടുപോകും. 4th സ്റ്റേജിലൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരെ അങ്ങനെ പഞ്ചകർമ്മ ചികിത്സ ചെയ്ത് അവരെ നമ്മൾ ശരീരം ശുദ്ധീകരിച്ചിട്ടാണ് നമ്മൾ പിന്നെ മരുന്ന് അവർക്ക് കൊടുക്കുന്നത്. എന്നാലേ ആ മരുന്ന് ശരീരത്തിൽ അത് അതിനെ പ്രധാനപ്പെട്ട് കിട്ടുകയുള്ളൂ. ഈ സെൽസൊക്കെ റീജനറേറ്റ് ചെയ്ത് പയ്യെ അതിനകത്ത് നമ്മൾ ധൃതി വെച്ചിട്ട് കാര്യമില്ല, പയ്യെ പറ്റുള്ളൂ. അല്ല ഇന്നോ നാളെയോ അല്ല ഒരു മാസം കൊണ്ടോ പറ്റില്ല, പയ്യെ നമുക്ക് ചെയ്യാനായിട്ട്. ശരിക്കും ഫസ്റ്റ് സ്റ്റേജിലും 2nd സ്റ്റേജിലും ഒക്കെ തിരിച്ചറിയപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് 3rd സ്റ്റേജിലാണെങ്കിൽ പോലും ആയുർവേദം കൊണ്ട് പ്രയോജനം ഉണ്ടാവുന്നതാണ്. പ്രയോജനം. പക്ഷേ അതിനകത്ത് കീമോ ഒക്കെ വരുമ്പം അതിൻ്റെ ടോക്സിൻ ശരീരത്തുള്ളിടത്തോളം കാലം ബുദ്ധിമുട്ടാണ്. അതായത് ടോക്സിനെല്ലാം എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മളതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ. എത്ര നാളത്തെ ഒരു ചികിത്സ വേണ്ടി വരുമായിരിക്കും? ഈവൻ ഒരു 2nd സ്റ്റേജ് അല്ലെങ്കിൽ ഒരു 3rd സ്റ്റേജിലൊക്കെ ഒരാൾ ക്യാൻസർ 2nd സ്റ്റേജിലൊക്കെ വരുന്ന ചികിത്സയ്ക്ക് ഒരു 6 മാസം ഒക്കെ വേണ്ടി വരും. അതുപോലെ തന്നെ 4th സ്റ്റേജിൽ വരുന്നത് നമുക്കതിനെ അങ്ങനെ പറയാൻ പറ്റത്തില്ല. അത് ആ വരുന്ന രോഗിയുടെ ആ കീമോ എടുക്കുന്നതിൻ്റെ അളവ്, മറ്റു കാര്യങ്ങൾ, റേഡിയേഷൻ, അങ്ങനെയൊക്കെ അതിനെ ആശ്രയിച്ചിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ലുക്കീമിയ പോലെയുള്ള അസുഖങ്ങൾ, ബ്ലഡ് ക്യാൻസർ, അത് നമുക്ക് വർഷങ്ങളോളം മരുന്ന് കൊടുക്കേണ്ടി വരും. കാരണം അത് ബോണിനകത്താണ്, അതിൻ്റെ ബോൺ മാരയ്ക്കകത്തൊക്കെ അതിൻ്റെ ഇത് വരുന്നുണ്ട്. അതിനകത്താണല്ലോ അതിൻ്റെ അതിപ്രസരം കൂടുതൽ വരുന്നത്. അപ്പം അതിൻ്റെ ബ്ലാസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഉള്ള മരുന്നുകൾ നമ്മൾ വർഷങ്ങളോളം കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ കിടത്തി ചികിത്സിക്കുന്ന രീതിയായിരിക്കും ഇങ്ങനൊരു പേഷ്യൻ്റ് വരുമ്പോൾ. അതായത് ഈവൻ ഒരു 4th സ്റ്റേജിലൊക്കെ ഒരാൾ വരുമ്പോൾ ഇവിടെ താമസിക്കാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്തിട്ടാണോ? തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ നമ്മളിവിടെ താമസിപ്പിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലേ അവർക്ക് ആ അസുഖത്തിന് നമുക്ക് ഒരു പൂർണ്ണത കൈവരിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ മരുന്ന് മാത്രം കൊടുത്ത് വിട്ടുകൊണ്ട് കാര്യമില്ല. ഭക്ഷണക്രമവും എല്ലാം ഉണ്ടാകും. ഭക്ഷണക്രമം എല്ലാം പഥ്യം കാണും. അതുപോലെ തന്നെ കഞ്ഞികൾ കാണും. അവർക്ക് പെട്ടെന്ന് ദഹിക്കാൻ എളുപ്പമുള്ള ആഹാര രീതികളാണ് ഇവിടെ അനുഷ്ഠിക്കുന്നത്. അപ്പം പിന്നെ പച്ചമരുന്നുകൾ കാണും, പിഴിഞ്ഞെടുക്കുന്ന മരുന്നുകൾ, അതൊക്കെ രാവിലെ. പിന്നെ അതുപോലെ കരിക്കും വെള്ളത്തിൽ കൊടുക്കുന്ന മരുന്നുകൾ. ആരെങ്കിലും ഇതുപോലെ ഒരു ക്യാൻസറുമായിട്ട് വന്നിട്ട് പൂർണ്ണമായി മാറിയ ഒരു അനുഭവം പങ്കുവയ്ക്കാമോ ഞങ്ങളുമായിട്ട്? അതിനകത്ത് ഒരു 4th സ്റ്റേജ് വന്നത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് വന്ന ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ പേഷ്യൻ്റ് ആണ്. പുള്ളിയുടെ PSA വാല്യൂ 200-ന് മേളിലായിരുന്നു. അപ്പം അത് നട്ടലിലോട്ട് അത് സ്പ്രെഡ് ചെയ്തു. മെഡിക്കൽ കോളേജിൽ നിന്നാണ് ആ പേഷ്യൻ്റ് വരുന്നത്. അപ്പം ഡോക്ടർ പറഞ്ഞു ഇനിയൊന്നും ചെയ്യാനില്ല, ഇതിപ്പം ബോണിലോട്ടും നട്ടലിലോട്ടും എല്ലാം, അത് ഫീമറിലോട്ടായി, പിന്നെ അതുപോലെ തന്നെ ഈ ഷോൾഡർ ജോയിന്റിന്റെ ആ ഭാഗത്തായി, പിന്നെ അത് ലങ്ങിലോട്ട് പോയി. അപ്പം ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു. പിന്നെ ഫാമിലിയെ നമുക്ക് അവരിങ്ങനെ അറിഞ്ഞു കേട്ട് ഇവിടെ വന്നു, നമ്മൾ അവരുടെ ചികിത്സ ഏറ്റെടുത്തു. എന്നിട്ട് ഇപ്പം അവർ വലിയൊരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പം അവർക്ക് ആ വേദനകളെല്ലാം അങ്ങോട്ട് സ്പ്രെഡ് ചെയ്തെല്ലാം മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ അതിൻ്റെ ഒരു പെറ്റ് സ്കാൻ എടുക്കുമ്പോൾ അറിയാം എന്തായാലും അത് കുറഞ്ഞു എന്നുള്ളത്. എന്നാലും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ അവർക്കില്ല. മറ്റേ നടക്കാൻ പോലും മേലാത്ത ഒരവസ്ഥയിലാണ് ഇവിടെ വരുന്നത്. അങ്ങനെ ഒരു അനുഭവം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് നമുക്ക്. പിന്നെ മറ്റൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, ആയുർവേദ മരുന്ന് കഴിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ പല അസുഖമായിട്ടും, പ്രത്യേകിച്ച് ക്യാൻസറിന്റെ ചികിത്സയിൽ ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ അത് ആയുർവേദ ആചാര്യന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്തൊരു അധ്യായം തന്നെയുണ്ട്, പാദചതിഷ്ടം എന്നാണ് അത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ രോഗി വൈദ്യനെ അനുസരിക്കുകയും അതുപോലെ പരിചാരകൻ എന്നുള്ളത് തെറാപ്പിസ്റ്റ് വൈദ്യനെ ആത്മാർത്ഥമായിട്ട് നോക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം പഥ്യനിഷ്ഠ, അതിനകത്ത് പഥ്യാപഥ്യങ്ങൾ നമ്മളത് പാലിക്കണം. കൃത്യം കഴിക്കേണ്ടതും കഴിക്കേണ്ടതായിട്ടുള്ള ആഹാരങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ വരുന്ന രോഗികൾ അത് കൃത്യമായിട്ട് എടുത്താൽ മാത്രമേ അവർക്ക് ആ മരുന്ന് ശരീരത്തിൽ പ്രയോജനപ്പെട്ട് കിട്ടുകയുള്ളൂ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് മറ്റുള്ള ആഹാരങ്ങൾ, അവർക്ക് ഇഷ്ടമുള്ള നാവിന് രുചിയുള്ള ആഹാരം കഴിച്ചുകൊണ്ട് കാര്യമില്ല. വൈദ്യൻ നിർദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ആഹാരം തന്നെ കഴിച്ച് മുന്നോട്ട് പോകണം. അതാണ് അവരുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതും. അതുപോലെ തന്നെ പല രോഗികളും വരുന്നത് ഇപ്പോൾ ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് കഴിച്ചു, അങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ അത് കുറവായില്ല എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർ ഇവിടെയുണ്ട്. പക്ഷേ അവരൊക്കെ കൃത്യമായിട്ട് മരുന്ന് എടുക്കുകയാണെങ്കിൽ അവർക്കത് കുറയും.
പക്ഷെ ഒരിടത്തുനിന്ന് ചാടി ഇങ്ങനെ മരം ചാടി പോകുന്ന ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും അസുഖം കുറയില്ല. ഒരിടത്ത് തന്നെ നിന്ന് അവർ വിശ്വാസമുണ്ടെങ്കിൽ ഒന്നാമതേ വൈദ്യനെ വിശ്വസിക്കണം, അതുപോലെ തന്നെ വൈദ്യൻ രോഗിയോടുള്ള ആത്മാർത്ഥത കാണിക്കണം. അങ്ങനെയൊക്കെ ഇതിനകത്തൊരു ഘടകമുണ്ട്. അപ്പം അങ്ങനെയാണ് ഇതിനകത്ത് ചികിത്സ കൊണ്ടുപോകേണ്ടത്. അങ്ങനെയുള്ളവർക്കേ അസുഖം മാറുകയുള്ളൂ. അല്ലാതെ ആയുർവേദത്തിൽ വന്നാൽ ഉടനെ അസുഖം മാറണമെന്ന് നമ്മൾ ശടിക്കുന്നത് ശരിയല്ല. വൈദ്യര് അതുപോലെ ഈ സ്റ്റേജ് 4 ക്യാൻസർ ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ടാവുമല്ലോ, അതുപോലെ പാലിയേറ്റീവ് കെയറിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ, അവരെങ്ങനെയാണ് ഇവിടെ ചികിത്സിക്കുന്നത്? അവർക്ക് നമ്മൾ ഈ 4th സ്റ്റേജ് കഴിയുമ്പോൾ അവർ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിടുക ചെയ്യുന്നത്, നിങ്ങളിനി പാലിയേറ്റീവിലോട്ട് പോക്കോ. അപ്പം അവിടെ മോർഫിനും മറ്റു കാര്യങ്ങളൊക്കെയാണ് അവർ കൂടുതൽ കൊടുക്കുന്നത്. അപ്പം അങ്ങനെ വരുന്ന രോഗികൾക്ക് ചിലരന്നേരം താല്പര്യം എടുത്ത് ആയുർവേദം ചെയ്ത് നോക്കാം എന്ന് രോഗി തന്നെ പറയുന്ന അവസ്ഥ ചിലപ്പം വരും. അങ്ങനെയുള്ള പേഷ്യൻ്റ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ കുടുംബക്കാർ പിന്നെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു വിടുന്ന കേസുകളുണ്ട്. അപ്പം ഇനി നമുക്കൊന്ന് ആയുർവേദം നോക്കിയേക്കാം, ഇനിയിപ്പം വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പം ലാസ്റ്റ് ഇതാണ്. അപ്പം അങ്ങനെ വരുന്ന രോഗികൾക്ക് നമ്മൾ ഇവിടെ തന്നെ തയ്യാറാക്കിയ മരുന്നുകളാണ് ചെയ്യുന്നത്. കാരണം പ്രത്യേകിച്ച് അവർക്കൊരു ധാര, ഞാൻ പറഞ്ഞില്ല മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ കീമോ എല്ലാം കഴിയുമ്പം ശരീരത്ത് അതിൻ്റെ ഒരു അതിപ്രസരമുണ്ട്. അപ്പം അതിനെല്ലാം ശുദ്ധീകരിച്ചിട്ട് നമ്മൾ മരുന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര നാൾ ഇവിടെ കണ്ടിന്യൂസ് ഇവിടെ നമ്മൾ ഒരു അങ്ങനെയുള്ള പേഷ്യന് 1 മാസം 2 മാസമൊക്കെ നമ്മൾ കിടത്തി ചികിത്സിക്കാറുണ്ട്. എന്നാലേ അവർക്കത് പ്രയോജനപ്പെട്ട് കിട്ടുകയുള്ളൂ. അപ്പം ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന മരുന്നുകളും അതുപോലെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ പച്ചമരുന്ന് പിഴിഞ്ഞു കൊടുക്കുന്ന ഒറ്റമൂലി മരുന്നുകളുണ്ട്. അത് രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, അതുപോലെ അത് നെറുകയിലിടുന്നതുകൊണ്ട്, കാലിൻ്റെ പാദത്തേൽ ഇടുന്നതുകൊണ്ട്, പല പല ഈ അസുഖത്തെ റിലേറ്റ് ചെയ്ത് ഇന്ന അസുഖം അത് സ്പെസിഫൈ ചെയ്ത് നമ്മളത് ചെയ്യുന്നുണ്ട്. പറയുമ്പോൾ പലതിനും പല ക്യാൻസറുകളാണല്ലോ, അതിന് പല ചികിത്സാ രീതികളാണ്. എല്ലാത്തിനും ഒരു ചികിത്സയല്ല. ഈ പല പല ക്യാൻസറിനും പല പല ചികിത്സകളാണ്. അതിൻ്റെ മരുന്നിന് വ്യത്യാസം കാണും, കഷായ ധാരയ്ക്ക് വ്യത്യാസം കാണും, അതിനകത്തെ കണ്ടന്റിന് വ്യത്യാസം കാണും. ഇതെല്ലാം അതിനെടുക്കുന്ന സമയങ്ങൾ വ്യത്യാസം കാണും. ഒരു ധാര ചെയ്യുമ്പം അത് മുഴുവൻ സ്വെറ്റിങ് ശരീരത്തിൽ മുഴുവൻ വന്നു കഴിഞ്ഞാണ് നമ്മൾ അത് നിർത്തുന്നത്. ചിലർക്ക് അത്രയൊന്നും പറ്റത്തില്ല, കാരണം കീമോ എടുക്കുമ്പം ആരോഗ്യം മുഴുവൻ പോകില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് പയ്യെ കൂട്ടി കൊണ്ടുവന്നാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ചികിത്സാ രീതിയാണ് ഇവിടെ തുടർന്നു പോരുന്നത്. ഈ വൈദ്യശാലയിൽ ഏതൊക്കെ തരത്തിലുള്ള ക്യാൻസർ രോഗികളാണ് വൈദ്യര് വരുന്നത്? ഇവിടെ വരുന്ന മെയിനായിട്ടുള്ള ക്യാൻസർ രോഗികൾ എല്ലാ തരത്തിലുള്ളവരും വരുന്നുണ്ട്. പക്ഷെ മെയിനായിട്ട് ലങ് ക്യാൻസറാണ് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത്. പ്രോസ്റ്റേറ്റും ലങ് ക്യാൻസറും. ക്യാൻസർ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും വരും. അത് തല മുതൽ കാലിൻ്റെ പാദം വരെ വരും. പാദത്തിനൊക്കെ വരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർക്കോമയൊക്കെ പാദത്തിൽ സോഫ്റ്റ് ടിഷ്യൂ വരും. പിന്നെ അതുപോലെ തന്നെ തലയിൽ വരുന്ന ഈ ഗ്ലയോമ, അതുപോലെ തന്നെയുള്ള ട്യൂമറുകൾ. പിന്നെ വന്നിട്ട് ജിഹ്വ എന്ന് പറയുന്ന നാവേ വരുന്ന ക്യാൻസറുണ്ട്. ഇന്നലെ ഇവിടെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു നാവേ വന്ന ക്യാൻസർ. നമ്മുടെ ചികിത്സയിലാണ്, ഒത്തിരി കുറവുണ്ട്. അത് RCC എന്നവർ പറഞ്ഞു വിട്ട ഒരു പേഷ്യൻ്റ് അത്. പിന്നെ അതുപോലെ തന്നെ തൈറോയിഡ് വരും. അതുപോലെ തന്നെ നമ്മുടെ ഗ്രന്ഥികളെ വരും, ഉമിനീർ ഗ്രന്ഥികൾ. അപ്പം പിന്നെ അതുപോലെ തന്നെ മൂക്കേൽ നമ്മുടെ നേസൽ ഇതിനകത്ത് വരുന്ന ക്യാൻസറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെവിയുടെ സൈഡിൽ ഒത്തിരിയും ക്യാൻസറുണ്ട്. അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ ഈസോഫാഗസ്, തൈറോയിഡ് വരുന്ന ക്യാൻസറുകൾ. പിന്നെ അതുപോലെ തന്നെ കുടലയിൽ, ഇൻഡസ്ട്രിയൽ ഒത്തിരി ക്യാൻസർ ഇപ്പം വരുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ ഈ ആഹാര രീതികൾ കൊണ്ട് ഇൻഡസ്ട്രിയൽ ക്യാൻസർ ഒത്തിരിയാണ്. അതുപോലെ തന്നെ കോളൻ ക്യാൻസർ, ഈസോഫാഗസ്, പിന്നെ സ്ത്രീകൾക്ക് വരുന്ന ബ്രസ്റ്റ് ക്യാൻസർ, യൂട്രസിനകത്ത് വരുന്ന, അവരുടെ ഓവറിക്കകത്ത് വരുന്നത്, അങ്ങനെയെല്ലാം ഒത്തിരി തരത്തിലുള്ള ക്യാൻസറുകളുണ്ട്. പിന്നെ നട്ടലിൽ വരുന്ന പലതരത്തിലുള്ള വേറെ ടൈപ്പിലുള്ള ക്യാൻസറുകൾ വരാം. അതെല്ലാം ഈ 4th സ്റ്റേജിലാണ്. ഇപ്പോൾ കൂടുതലും വരുന്നത് ഏത് തരത്തിലുള്ള? 4th സ്റ്റേജിൽ കൂടുതൽ ഇവിടെ വരുന്നത് ലങ് ക്യാൻസറാണ്. ലങ് ക്യാൻസറും അതുപോലെ തന്നെ കോളൻ ക്യാൻസർ. കാരണം അവരതാ കുടൽ മുറിച്ച് കളഞ്ഞിട്ട് പുറത്ത് ബാഗിടും. ബാഗിട്ട് കഴിഞ്ഞ് വരുന്ന പേഷ്യൻ്റ് ഇവിടെ വരാറുണ്ട്. പക്ഷെ അത് നമുക്ക് കിടത്തി ചികിത്സയ്ക്ക് അവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് മരുന്ന് നമ്മൾ കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. ദൂരെ നിന്നൊക്കെ ചികിത്സ തേടി വരുന്ന ആൾക്കാർ കാണില്ലേ? അതെ. അവർക്ക് ചിലപ്പോൾ എല്ലാ ആഴ്ചയിലോ അല്ലെങ്കിൽ അങ്ങനെ വരാനൊന്നും പറ്റില്ലായിരിക്കും. അപ്പം മരുന്നുകൾ എങ്ങനെയാണ്? നമ്മൾ അവര് മരുന്ന് പോസ്റ്റൽ വഴി അയച്ചു കൊടുക്കാറുണ്ട്. അവരുടെ ഒരു ഫയൽ ഇവിടെ കാണും. അത് നോക്കിയിട്ട് പിന്നെ അവരുമായിട്ട് നമ്മൾ പേഷ്യൻറ്റുമായിട്ട് തന്നെ സംസാരിക്കും. ഒന്നെങ്കിൽ വീഡിയോ കോളിൽ അവർ വരും. ഇപ്പം അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എളുപ്പമാണ്. അവരെ ഇവിടെ നിന്ന് കണ്ട് നമ്മൾ അതിൻ്റെ ആ ഇമ്പ്രൂവ്മെൻ്റ് അവരോട് ചോദിക്കും, എങ്ങനെയുണ്ട്. അത് ഓരോ അവയവത്തെപ്പറ്റി നമ്മൾ ചോദിക്കും. ഒരു അവയവത്തിനാ മരുന്ന് കഴിക്കുന്ന മറ്റുള്ള അവയവങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടാണ് ചികിത്സിക്കുന്നത്. ഈ സ്പെഷ്യലൈസേഷൻ വന്നതോടുകൂടി ഈ ഒരു ഡോക്ടർ ഒരു അവയവത്തിന് മരുന്ന് കൊടുക്കുമ്പോൾ മറ്റുള്ള അവയവങ്ങളെ കാണത്തില്ല. പക്ഷേ ആയുർവേദത്തിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ രോഗിയെ സമഗ്രമായിട്ടാണ് ചികിത്സിക്കുന്നത്. അപ്പം ഇപ്പോൾ കോളൻ ക്യാൻസർ ആണെങ്കിൽ തന്നെ അത് ചുമയോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ, അപ്പോൾ അതങ്ങോട്ടും അങ്ങനെ സ്പ്രെഡ് ചെയ്തോന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് പല പല ചോദ്യങ്ങളും അങ്ങനെ ചോദിച്ചാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. എന്നിട്ട് നമ്മൾ മരുന്ന് അയച്ചു കൊടുക്കും.
ചിലപ്പം കഴിഞ്ഞ തവണ കൊടുത്ത കഷായങ്ങളായിരിക്കുമല്ലോ, ചിലപ്പോൾ ഒരു മാറ്റം വരുത്തും, ചിലപ്പം ഗുളികയ്ക്ക് മാറ്റം വരുത്തും, ലേഹ്യത്തിന് മാറ്റം വരുത്തും. ഈ പ്രത്യേകിച്ച് ഈ ക്യാൻസർ ഈ ചികിത്സയുടെ ഇതിനകത്ത് ലേഹ്യങ്ങൾ നമ്മൾ കൂടുതൽ കൊടുക്കാറുണ്ട്. കാരണം ലേഹ്യങ്ങൾ എപ്പോഴും രസായന ഗുണമുള്ള, രസായനം എന്ന് പറയുമ്പോൾ നമ്മൾ ഏജിനെ പിടിച്ചു നിർത്തുന്നതാണത്. കാരണം ഈ കോശങ്ങൾക്ക് വാർദ്ധക്യം വരുന്നതാണല്ലോ ഈ ക്യാൻസർ എന്ന് പറയുന്നത് മെയിനായിട്ട്. അപ്പം അതിനെ ചെറുപ്പത്തിലേക്ക് കൊണ്ടുവരാനുള്ള രീതിയിലുള്ള മരുന്നുകളുണ്ട്. അപ്പം അത് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് നമ്മൾ കൊടുക്കാറുണ്ട്, കാരണം ശരീരത്തിന് ബലം കിട്ടാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ വരുന്ന രോഗികൾക്ക് നമുക്ക് നിസ്സാര മരുന്നുകൾ കൊണ്ട് ക്യാൻസർ പലപ്പോഴും മാറാറ് കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ ഒരു അനുഭവം തന്നെയാണ്. കാരണം ലങ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, അത് നിസ്സാരമായിട്ടുള്ള മരുന്നുകൾ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ അവർ വിളിച്ചു പറയും ഇനിയിപ്പോൾ മരുന്നൊന്നും വേണ്ട, ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ സ്കാൻ ചെയ്തു, പ്രശ്നമില്ല എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ നമ്മുടെ ഈ മരുന്ന് കൊണ്ട് നിസ്സാര മരുന്നുകളേ ഉള്ളൂ. കരിക്കുമ്പളത്തിൽ ഒരു പച്ചമരുന്ന് കൊടുക്കുമ്പോൾ തന്നെ അതിനകത്ത് വ്യത്യാസം വരുന്നുണ്ട്. അത് ഈ പാരമ്പര്യമായിട്ട് കിട്ടിയ അറിവാണ് അതല്ല. ഈ ഒറ്റമൂലികളും അതുപോലെ ചില മരുന്നുകളുടെ ചിലത് യോഗ ഔഷധങ്ങളാണ്. പല മരുന്നുകൾ കൂട്ടി നമ്മൾ ഗുളികയാക്കി ചൂർണമാക്കിയും കൊടുക്കാറുണ്ട്, ലേഹ്യമാക്കി കൊടുക്കാറുണ്ട്. അതൊക്കെ നിസ്സാര മരുന്നുകളാണ്. അതുകൊണ്ട് പരിപൂർണമായിട്ട് മാറിപ്പോകുന്ന അനുഭവങ്ങളുണ്ട് നമുക്ക്. ഇവിടെ വൈദ്യരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇവിടെ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഡോക്ടറുണ്ട്. പിന്നെ എനിക്ക് ബോംബെയിൽ എൻ്റെ സുഹൃത്ത് ഞാനും എൻ്റെ സുഹൃത്തുമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അവിടെയും നമുക്ക് ക്യാൻസർ ചികിത്സ എല്ലാ വർഷവും ഞാനിവിടെ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ലേഡി ഡോക്ടറുണ്ട്, പിന്നെ തെറാപ്പിസ്റ്റ് ഉണ്ട്, ലേഡി തെറാപ്പിസ്റ്റ്, ജെൻസ് തെറാപ്പിസ്റ്റ് എല്ലാം ഉണ്ട്. പിന്നെ കിച്ചണിൽ നമുക്ക് ആളുണ്ട്. അങ്ങനെയെല്ലാം സ്റ്റാഫെല്ലാം ഉണ്ട് ആവശ്യത്തിന്. വൈദ്യരെ പെരുന്നേപ്പറമ്പിൽ ആയുർവേദ വൈദ്യശാലയ്ക്ക് വേറെ ബ്രാഞ്ചുകളുണ്ടോ? എടപ്പള്ളിയിലുണ്ടായിരുന്നു. അത് ഇപ്പോഴും ഞാൻ അവിടെ ഇടയ്ക്ക് പോകുന്നുണ്ട്. അവിടെ ഹോസ്പിറ്റലായിട്ട് നമ്മൾ 2011 മുതലുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിപ്പം 2023 ഇങ്ങോട്ട് പോകുന്നു. കാരണം ക്യാൻസർ ചികിത്സ മെയിനായിട്ട് അതിനകത്തൊരു ഘടകമായതുകൊണ്ട് ഇവിടെ മരുന്നിൻ്റെ ലഭ്യത, ഇവിടെ മെയിനായിട്ട് കസ്തൂരിരംഗം വില്ലേജാണിത്. ഇത് കൊല്ലമുള വില്ലേജാണ്, കസ്തൂരിരംഗം വില്ലേജാണ്, പത്തനംതിട്ട ജില്ല, കോട്ടയത്തിൻ്റെ ബോർഡറാണിത്. അപ്പോൾ ശബരിമല ഇങ്ങനെ ഇവിടുന്നാണ് സ്റ്റെപ്പ് ചെയ്ത് പോകുന്നത്. വനത്തിൻ്റെ ഒരു ഏരിയയിലാണ് ഈ സ്ഥലം. അപ്പം നമുക്ക് പല പല മരുന്നുകൾ കിട്ടാനുള്ള ലഭ്യത, പിന്നെ മരുന്നുണ്ടാക്കാനുള്ള സൗകര്യം വീടിനോട് ചേർന്നാണ് നമ്മുടെ ഈ ഹോസ്പിറ്റൽ പണിതേക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു എളുപ്പത്തിലാണ് എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് മാറിയത്. ടൗണിൽ അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു. ചില മരുന്നുകൾ ഉണ്ടാക്കാനും രോഗികളെ ചികിത്സിക്കാനും പൊല്യൂഷൻ ഇല്ലാത്ത ഒരു സ്ഥലത്തോട്ട് പോകുന്നതേ ഉള്ളൂ. പിന്നെ വീടും നമുക്കിവിടെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ സൗകര്യം. ഇതിനു മുൻപ് അപ്പം വൈദ്യർ എവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു? ഇതിനു മുൻപ് ഞാൻ ആദ്യം കോളേജ് പഠനം കഴിഞ്ഞ് നേരെ നോർത്ത് ഈസ്റ്റിലോട്ട് പോയി. നോർത്ത് ഈസ്റ്റിൽ അവിടെ അരുണാചൽ പ്രദേശ്, ആസാം, അവിടെ എല്ലാം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കുറേ വൈദ്യന്മാരുടെ ഒരു തണലിലിങ്ങനെ ഒരു പഠന രീതിയിൽ ഇങ്ങനെ പോവുമായിരുന്നു ചെയ്തിരുന്നത്. അരുണാചൽ പ്രദേശിലൊക്കെ അങ്ങേയറ്റം നമ്മുടെ ചൈനയുടെ ബോർഡർ വരെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ അവിടെ രാമകൃഷ്ണ മിഷൻ സൊസൈറ്റിയിൽ ഇടയ്ക്ക് പോയി സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പം അവിടുന്നൊക്കെ ഒരു കുറേ ആചാര്യന്മാർ എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ സ്ഥലത്തും ഉണ്ട് ഈ പാരമ്പര്യ വൈദ്യന്മാർ. അവർക്ക് അവരുടേതായിട്ടുള്ള പല രീതികളുണ്ട്, പല ചികിത്സകളുണ്ട്. അതെല്ലാം പഠിക്കാനുമുള്ള ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ഈ താളിയോലകൾ ഞാൻ കണ്ടായിരുന്നു. അത് എത്ര നാള് പഴക്കമുള്ളതാണ്? കാര്യം വൈദ്യർ അത് ഒരു രോഗി വന്നപ്പോൾ ഇടയ്ക്ക് അത് ഇങ്ങനെ നോക്കുന്നൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, താളിയോല ഗ്രന്ഥം ഒരു 300 വർഷത്തിന് മേളിൽ പഴക്കം കാണും. കുറേ നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഉള്ളത് നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പഴയ കാലത്തൊന്നും ഈ താളിയോല ഗ്രന്ഥങ്ങൾ അങ്ങനെ നമുക്ക് അതിനുള്ള ബിൽഡിങ്ങുകളോ കാര്യങ്ങളോ പഴയ കാലത്തൊക്കെയുള്ള കെട്ടിടങ്ങൾ അറിയാമല്ലോ. അപ്പം ഇങ്ങനെ ചെതലെടുക്കാനും അത് നഷ്ടപ്പെടാനൊക്കെ ഒത്തിരി ചാൻസ് ഉണ്ട്. ഇപ്പോഴാണ് അത് പിന്നെ കുറച്ചുകൂടെ ഉള്ളത് കിട്ടിയത് നമ്മൾ സംരക്ഷിച്ച് വെക്കുന്നുണ്ട്. അത് ചികിത്സകളെ പറ്റി ഈ ക്യാൻസറിനെ പറ്റിയൊക്കെ മെയിനായിട്ട് അതിനകത്തുനിന്നാണ് നമ്മൾ എടുക്കുന്നത്. പല മരുന്നുകളുടെ കൂട്ട്, അതുപോലെ തന്നെ പല ചികിത്സകൾ എല്ലാം ഈ താളിയോല ഗ്രന്ഥത്തിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ഈ പണ്ട് ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം പണ്ടില്ലായിരുന്ന ഒരു രോഗമല്ലേ? പക്ഷെ അതോ രോഗം ഉണ്ടായിരുന്നു, നമ്മൾ ഇന്നാണ് അതിനൊരു പേരിട്ടത്, അങ്ങനെയാണോ? ക്യാൻസർ രോഗം പണ്ട് മുതലേ ഉണ്ട്. ആചാര്യന്മാരും ഈ വേദകാലത്തിൽ നിന്നാണ് ഈ ക്യാൻസർ രോഗത്തിൻ്റെ ഇതിനെപ്പറ്റി പറയുന്നത്. അതിനകത്ത് ഗ്രീക്ക് ചിന്തകനായ ഗ്രീക്ക് ഭിഷങ്കരനായ ഹിപ്പോക്രാറ്റസിൽ നിന്നാണ് ഈ ക്യാൻസറിൻ്റെ ആ ഒരു പദം ഇത് വന്നത്. പുള്ളിയാണ് അതിനകത്തൊരു ഈ കാർക്കിനോസ് എന്നും പറഞ്ഞൊരു പേരാണ് പുള്ളി അതിനിട്ടത്. കാർസിനോമ എന്നായിരിക്കും അതിപ്പം. ഈ കാർസിനോമ ക്യാൻസർ ആണല്ലോ. അപ്പം അങ്ങനെയാണ് ആ പുള്ളി ആ പേര് അതിനകത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നത്. കാരണം ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഞണ്ടാണ്. അപ്പോൾ ഈ ഞണ്ടിൻ്റെ ഇത് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ അത് മറ്റുള്ള ഈ കാലുകൾ മറ്റുള്ള കോശങ്ങളിലേക്ക് പടർന്നിങ്ങനെ, ഞാൻ മുമ്പേ പറഞ്ഞ ഒരു ആൽമരത്തിൻ്റെ വേര് പോലെ പടർന്നിങ്ങനെ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം അത് പുള്ളി അതിനങ്ങനെ അത് ചെയ്ത് ഹിപ്പോക്രാറ്റസ്.
പിന്നെ അതുപോലെ തന്നെ ഈ ഗ്രീക്ക് പദമാണ് ക്യാൻസർ. അപ്പോൾ ഗ്രീക്ക് പദത്തിൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ അത് ഞണ്ടാണ്, അല്ല ഗ്രീക്ക് അല്ല, സോറി, ലാറ്റിൻ ഭാഷ. അപ്പം അതിനകത്ത് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഞണ്ടാണ്. പിന്നെ വേദങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ദൃഗ്വേദവും അതുപോലെ തന്നെ അഥർവവേദത്തിലും എല്ലാം ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അതിനകത്ത് കർക്കിടക രോഗം എന്നാണ് പറയുന്നത്. കർക്കിടക രോഗം എന്ന് പറഞ്ഞാൽ ഞണ്ടാണ്. ഈ ഞണ്ടെന്ന് പറഞ്ഞാലും ക്യാൻസറാണ്. അപ്പോൾ ഈ ഞണ്ടിൻ്റെ ഈ കർക്കിടകത്തിൻ്റെ രാശി ഞണ്ട, നമ്മളതിൻ്റെ പടം കാണുമ്പോൾ അറിയാം. അപ്പം അന്ന് മുതലേ ഇതിനെക്കുറിച്ച് ചർച്ചയുണ്ട്. അപ്പോൾ 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെപ്പറ്റി ആയുർവേദത്തിൽ ഇതിന് ചികിത്സയും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ള ഒരു തെളിവാണ് അത് നമുക്ക് സാധിച്ചു തരുന്നത്. അതിലോട്ടൊന്നും ഇപ്പം ജനങ്ങൾ പോകുന്നില്ല. അതെല്ലാം അതിനെക്കുറിച്ച് കൂടുതൽ അപഗ്രഥിച്ച് പഠിക്കേണ്ട ഒരു മേഖലയാണത്. വേദങ്ങളിൽ നിന്നാണ് കൂടുതലും ഇത് വന്നേക്കുന്നത്. അപ്പം വൈദിക കാലം മുതൽ ഇതിനെക്കുറിച്ച് പഠനങ്ങളുണ്ടെന്നുള്ള ഒരു ഇതാണത്. ഇതിലെ വേറെ ഏതൊക്കെ രോഗങ്ങൾക്കുള്ള ചികിത്സയാണ് ഇവിടെ കൊടുക്കുന്നത്? നമ്മളിവിടെ ചികിത്സ മെയിനായിട്ട് കൊടുക്കുന്ന ക്യാൻസർ, മറ്റു കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ സോറിയാസിസ്, ഈ ഗജചർമ്മം എന്ന് പറയുന്നത് ലക്ഷങ്ങളിൽ ഒരാൾക്കൊക്കെ വരുന്ന ഒരു രോഗമാണ്. അത് ആനയുടെ തൊലി പോലെ കട്ടിപിടിച്ച് ജോയിൻറ്റുകൾക്കാണ് അത് വരുന്നത്. കാലിൻ്റെ ജോയിൻറ്റ്, മുട്ട്, അതുപോലെ തന്നെ ഒരം, ഈ മുട്ടിൻ്റെ മടക്ക്. അപ്പം അങ്ങനെ നമുക്ക് അരുണാചൽപ്രദേശിൽ നിന്നൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അവരുടെ സ്വദേശം ഒറീസയാണ്. അപ്പം അവരൊരു വല്ലാത്ത ഒരു സ്ഥിതിയിലാണ് വന്നത്. കാരണം അവർക്ക് കോവിഡ് വാക്സിൻ എടുത്ത്, സെക്കൻഡ് ഡോസ് വാക്സിൻ എടുത്ത് കഴിഞ്ഞപ്പം ദേഹം മുഴുവൻ അത് സ്പ്രെഡായി. ദേഹം മുഴുവൻ സ്പ്രെഡായെന്ന് പറഞ്ഞാൽ തല മുതൽ കാലിൻ്റെ പാദം വരെ. എന്നിട്ട് നമ്മൾ അവരെ കിടത്തി ചികിത്സിച്ച് 8 മാസം എടുത്ത് അത് ചികിത്സ പൂർണ്ണമാക്കാൻ. അപ്പം അവസാനം നമ്മൾ ആ സ്കിന്ന് മുഴുവൻ കംപ്ലീറ്റ് പൊളിഞ്ഞു പോയി. ഒരു മനുഷ്യൻ്റെ പാമ്പിൻ്റെ പടം പോലെ പൊഴിയുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അത് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. സോറിയാസിന്റെ തന്നെ വകഭേദമാണ്. സോറിയാസിന്റെ വകഭേദം എന്ന് വേണേൽ അതിനെ പറയാം. ഗജചർമ്മം എന്ന് പറയും. പക്ഷേ അത് ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടി പുറപ്പെട്ട് അത് എന്നിട്ട് പുള്ളി ഫ്ലൈറ്റിന് വന്ന് ഞങ്ങൾ പിന്നെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളിക്ക് ഇത് കംപ്ലീറ്റ് കാലിൻ്റെ ആ സ്കിന്നൊക്കെ പൊളിഞ്ഞിട്ട് ഞങ്ങൾ കത്രിക കൊണ്ട് അത് കട്ട് ചെയ്ത് കളയുകയായിരുന്നു. ആ ഡെഡ് സ്കിൻ കംപ്ലീറ്റ് അതങ്ങ് പോയി. ഇപ്പോൾ എന്നിട്ട് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. എന്നാലും ചില മരുന്നുകളൊക്കെ പുള്ളി കഴിക്കുന്നുണ്ട്. ചില പഥ്യക്രമങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഥ്യം ഇതിനകത്ത് വളരെ ഒരു ഘടകമാണ്. ഒരു ഫിഷൊന്നും പുള്ളിക്ക് അങ്ങനെ കഴിക്കത്തില്ല. ഫിഷ്, മീറ്റ് അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഒത്തിരി ഹീറ്റായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പഥ്യം നോക്കി ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് അവരുടെ ആഹാരക്രമങ്ങൾ കൊണ്ടുപോകുന്നത്. അവർക്ക് അതിനകത്ത് മെയിനായിട്ടൊരു അനുഭവം ഉള്ളത്, നെയ്യ് കഴിക്കുമ്പോൾ അവർക്ക് ഈ പശുവിൻ്റെ കൗഗി കഴിക്കുമ്പോൾ അവർക്ക് ഒത്തിരി അത് പ്രയോജനപ്പെടുന്നുണ്ട്. അത് കൂട്ടിയൊക്കെയാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. അവര് ഇവിടെ താമസിച്ച് ചികിത്സിക്കുകയായിരുന്നു, അല്ലാതെ പറ്റില്ലല്ലോ. പിന്നെ വേറെ ഏതൊക്കെ തരം രോഗികളാണ് വരുന്നത്? വേറെ സോറിയാസിസ് ഒത്തിരി തരം വരാറുണ്ട്. സോറിയാസിസ് നമുക്കിവിടെ മിക്കവാറും ചികിത്സയുണ്ട്. കിടന്ന് ചികിത്സിക്കുന്നവരുണ്ട്, അല്ലാതെ മരുന്ന് കൊണ്ടുപോകുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ള ചികിത്സകൾ എല്ലാം ഉണ്ട്. സ്കിന്നിൻ്റെ ഏത് അസുഖത്തിനും നമുക്കിവിടെ ചികിത്സയുണ്ട്. അതുപോലെ തന്നെ ജോയിൻറ്റിൻ്റെ വാദത്തിൻ്റെ സംബന്ധമായിട്ടുള്ള ചികിത്സകൾ, സന്ധിവാദം, വാമവാദം, അതുപോലെ രക്തവാദം എന്ന് പറഞ്ഞാൽ സെല്ലുലൈറ്റിസ് ആണ്. മുട്ടിൻ്റെ താഴോട്ട് വരുന്ന അതൊരു ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു അസുഖമാണ് രക്തവാദം. അതിന് നമുക്കിവിടെ നല്ല തനതായിട്ടുള്ള ചികിത്സ തന്നെ ഉണ്ടെന്ന് പറയാം. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന മരുന്ന് കൊടുത്താണ് അത് പൂർണ്ണമായിട്ടും നമ്മൾ സൗഖ്യപ്പെടുത്തുന്നത്. വൈദ്യരെ കാണാനായിട്ട് ചികിത്സ തേടാനൊക്കെ ആയിട്ട് ഈ ആയുർവേദ വൈദ്യശാലയിലേക്ക് വരുന്ന രോഗികളോട് സാധാരണയായി എന്ത് അഡ്വൈസാണ് കൊടുക്കാറ്? ഇവിടെ വരുന്ന രോഗികളോട് ഞാൻ കൃത്യം പറയാറ്, മരുന്നിൽ വിശ്വസിക്കുക, വൈദ്യനിൽ വിശ്വസിക്കുക, പഥ്യക്രമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. ഈ 3 സമ്മിശ്രണമായിട്ട് ചെയ്യുവാണെങ്കിൽ ഏത് മാറാരോഗങ്ങളും നമ്മൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്.